بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സ്ഥിരമായി നടന്നു വരുന്ന ഖുർആൻ പരിപാടി ആണ്. അത് യാദൃശ്ചികമായി അല്ലെങ്കിൽ ഒരു അതിഥിയായി വന്ന ആളാണ് ഞാൻ. നിങ്ങൾ തുടർച്ചയായി സംസാരിക്കുന്ന വിഷയങ്ങളുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഖുർആനിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മഹുല്ലാ ഒരു വിശ്വാസി 8 രീതിയിൽ ഖുർആനിനെ സമീപിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ആത്യന്തികമായി ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കാൻ വന്ന ഗ്രന്ഥമാണ്. ഖുർആനിൽ ഒരുപാട് വിവരങ്ങളുണ്ട്, സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആൻ ഇതൊന്നും പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥം അല്ല. അതിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഖുർആന്റെ ഉദ്ദേശ്യം അതല്ല. ഹുദൽ ലിന്നാസാണ്, ജനങ്ങൾക്ക് സന്മാർഗം ലഭിക്കുക എന്നതാണ്. ഇപ്പൊ സന്മാർഗം വിശുദ്ധ ഖുർആനിലൂടെ ലഭിച്ച ജനത അവർ ഖുർആനിനോട് എങ്ങനെ സമീപനം സ്വീകരിക്കണം? ഒന്നാമതായി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏത് പുസ്തകങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വായന ഇല്ലാതെ ഒരു ദിവസവും ഒരു വിശ്വാസിയുടെ ജീവിതം കഴിഞ്ഞു പോകാൻ പാടില്ല. ഖുർആൻ പാരായണം ചെയ്യൽ എല്ലാവർക്കും നിർബന്ധമാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഉമ്മത്തിൻ്റെ ഒരു ട്രഡീഷനാണ്. അർത്ഥം അറിഞ്ഞിട്ട് പാരായണം ചെയ്താലേ കൂലിയുള്ളൂ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ദീനിൽ യാതൊരു അടിത്തറയുമില്ല. വിശുദ്ധ ഖുർആൻ സ്വയം നിലക്ക് പുണ്യമുള്ള ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ കേൾക്കുക, ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, ഇത് മൂന്നും പുണ്യമുള്ളതാണ്. ഖുർആൻ കേൾക്കുക എന്നുള്ള ഖുർആൻ തന്നെ പറഞ്ഞതാണ് പുണ്യമുള്ള കാര്യം. ഒരു കാര്യത്തിൽ നോക്കിയിരുന്നാൽ പുണ്യമുള്ള 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് കഅബയാണ്, മൂന്നാമത്തത് സ്വന്തം മാതാവിൻ്റെ മുഖത്തേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം 3 കാര്യങ്ങളിൽ ഒരാളിങ്ങനെ നോക്കിയിരുന്നാൽ, വെറുതെ നോക്കിയിരുന്നാലും പുണ്യം കിട്ടും. അപ്പോൾ ഒരു ഹർഫ് നമ്മൾ ഉച്ചരിച്ചാൽ അതിന് 10 ഹസനത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അലിഫ് ലാം മീം, ഇത് 3ഉം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് 3 ഹർഫുകളാണ്. ഇതിന് 3ന് 30 ഹസനത്തുണ്ട് എന്നാണ്. ഈ അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് വരെ ലോകത്താർക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞിട്ടേ ഖുർആൻ ഓതിയ പുണ്യമുള്ളൂ എന്ന് പറയുന്നതിൽ ഖുർആനികമായി പ്രവാചക അധ്യാപനങ്ങളിൽ അതിന് അടിസ്ഥാനമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. ഖതമുൽ ഖുർആൻ. ഇപ്പോൾ വടക്കൻ ഗസയിലെ 7 വയസ്സുകാരിയായ മറിയം എന്ന് പറഞ്ഞ കുട്ടി പെരുന്നാളിന് മുമ്പ് അവർ കരഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ പറയാണ്, എൻ്റെ ഉപ്പ മരണപ്പെട്ടു, പെരുന്നാളിൽ എനിക്ക് പുതിയ വസ്ത്രം വാങ്ങിത്തരാൻ ആരുമില്ല, ഉമ്മ രക്തസാക്ഷിയാണ്, പുതിയ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല, എൻ്റെ കൂടെ കളിക്കേണ്ട 2 സഹോദരങ്ങളും രക്തസാക്ഷികളാണ്, ഇനി ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം മോളെ, ഈ ദുഃഖവും പ്രയാസവും മറക്കാൻ നീ എന്താണ് ചെയ്യുക? ഞാൻ 6 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഖത്തം ചെയ്യുമെന്ന് 7 വയസ്സുകാരിയായ ഒരു കുട്ടി പറയണ ലോകത്താണ് നമ്മൾ ജീവിക്കണം. അല്ലാമ ഇമാം നബവി റഹ്മഹുല്ലാ പറയാണ്, 40 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം ചെയ്യാത്ത ആളുകളിൽ ഞങ്ങൾ നന്മ ദർശിച്ചിരുന്നില്ല എന്നാണ്. സലഫു സാലിഹ്യങ്ങളുടെ ചര്യൻ.
അപ്പം ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല എന്ന് പറയുന്നത് പാരായണം ചെയ്യലും നടക്കൂല, പഠിക്കലും നടക്കൂല, രണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം 40 ദിവസം കഴിയുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാത്ത ആളുകൾ സലഫുസ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കാറുള്ളത് അയാളിൽ നന്മയില്ല എന്നാണ്. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്ത് തീർത്താൽ അയാളിൽ അല്പം തീവ്രത കൂടുതലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അതും പാടില്ല. വളരെ കുറഞ്ഞ ദിവസം എടുത്തിട്ട് മുഴുവൻ പാരായണം ചെയ്ത് തീർക്കാനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഖുർആൻ ഖതം ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഉമ്മത്തിൽ ഇജ്മാ ഉള്ള അഭിപ്രായമാണ്. അത് ഫർള് ഐനാണ്, നിസ്കാരം പോലെ നിർബന്ധമാണ്. നിസ്കാരം പോലെ നിർബന്ധമാണ്. നിസ്കാരത്തിന് പകരം വേറില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഹജ്ജിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് നോക്കുക, അറഫല്ലാത്ത ഏത് കാര്യത്തിനും നഷ്ടപരിഹാരമുണ്ട്. പക്ഷേ ലുഹുർ ഒരാൾക്ക് മിസ്സായാൽ പിന്നെ അയാൾ 40 റക്അത്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല, ലുഹുറിന് പകരം ഏതേ ഉള്ളൂ ലുഹുർ. ഇതുപോലെ ഫർള് ഐനാണ് എല്ലാ മനുഷ്യരുടെ മേലും. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഫരീളത്തൻ. അപ്പം മുസ്ലിങ്ങളുടെ മേൽ ഇൽമ് നിർബന്ധമാണെന്ന്. ആദ്യത്തെ ഇൽമ ഏതാണ്? ഖുർആൻ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഇൽമൊക്കെ രണ്ടാമതാണ്. അപ്പം എല്ലാ മുസ്ലിമിനും ആണിനും പെണ്ണിനും ഫർള് ഐനാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അധിക കാര്യവും ഫർള് ഐനായ കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആൻ ഹിഫ്ള് ചെയ്യലാണ്. എല്ലാവർക്കും ഖുർആൻ മുഴുവൻ മനപ്പാടാക്കാൻ കഴിയൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കുക എന്നതല്ല നിർബന്ധം. അല്പമെങ്കിലും ഖുർആൻ എന്ന് മനപ്പാടമാക്കുക. ഇപ്പോൾ പഴയ ആളുകൾക്കൊക്കെ യാസീൻ അറിയും, അതുപോലെ സൂറത്തുൽ മുൽക്ക് അറിയും, സൂറത്തുൽ വാഖിഅ അറിയും, സൂറത്തുൽ റഹ്മാൻ അറിയും. ഇങ്ങനെ ചെറിയ സൂറത്തുകളൊക്കെ ആളുകൾക്ക് അറിയും. അപ്പം സാധ്യമാവുന്ന ഹിഫ്ള് ഖുർആൻ ഒരാളുടെ ഹൃദയത്തിലില്ലെങ്കിൽ ആ ഹൃദയം ആൾതാമസമില്ലാത്ത വീട് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിഫ്ളും ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്, ഷിആറാണ്. സലഫു സാലിഹ്യങ്ങൾ എല്ലാവരും അവരുടെ ബയോഗ്രഫികൾ പഠിച്ചാൽ ഹാഫിളീങ്ങളാണ്. ഇമാം ഷാഫിഈ 7 വയസ്സിലാണ് ഖുർആൻ ഹിഫ്ള് ചെയ്തത്. അല്ലാമ ഡോക്ടർ യൂസുഫുൽ ഖർദാവി 10 വയസ്സിലാണ് ഖുർആൻ ഹിഫ്ള് ചെയ്തത്. ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഷിആറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്തിൻ്റെ ഷിയാറുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ ഷിയാറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഖുർആൻ സാധ്യമാവുന്നത്ര ഹിഫ്ള് ചെയ്യാം. സലഫു സാലിഹ്യങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരൊറ്റ പണ്ഡിതനോ ഇമാമോ ഖുർആൻ ഹിഫ്ള് ചെയ്യാത്ത നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനാണ്? അപ്പം അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖുർആൻ ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ നടന്ന സമയത്ത് ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തില്ല, ഹമാസ് വെടിനിർത്തിയെന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ, അല്ലാതെ മറ്റത് വെടിനിർത്തിയില്ല. അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കണം. ഒരു വീട്ടിലെ 4 പെൺമക്കൾ 2 ആളുകൾ മുഹഫിളകളാണ്, ഹിഫ്ള് പഠിപ്പിക്കുന്ന ആളുകളാണ്. 2 ആളുകൾ ഹാഫിളീങ്ങളാണ്. എന്നാൽ ആ വീട്ടിൽ ചെറിയൊരു പരിപാടി നടത്തിയിട്ട് ഇവർക്ക് സനത് കൊടുക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ പരിപാടി അതാണ്. സാലിഹ് ജഫറാവി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഗസയിൽ രക്തസാക്ഷിയായ പത്രപ്രവർത്തകൻ ഹാഫിളാണ്. ഷെയ്ഖ് ഇസ്മായിൽ ഹനിയ ഹാഫിളാണ്. അതേപോലെ ഇസ്മായിൽ മനോഹരമായി ഖുർആൻ പാരായണം. ഇസ്മായിൽ ഹനിയയുടെ അംഗരക്ഷകൻ ഹാഫിൾ വസീം മറ്റൊരു ഹാഫിളാണ്. 24 വയസ്സുകാരനാണ്. 24-25 വയസ്സായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. കായിക അഭ്യാസിയാണ്. ഹനിയയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. എല്ലാ യാത്രയിലും ഹനിയ അദ്ദേഹത്തെ കൊണ്ട് നടക്കുക. കാരണം എന്താണ്? ഹനിയ ഒരു ആയത്ത് ഓതിയ അപ്പുറത്തെ ആയത്ത് കാണാതെ ഓതാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ വിറുദ് ഹിഫ്ള് ഇങ്ങനെ അവരെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഡ്രൈവറായി അംഗരക്ഷകനായ ആൾ ഹാഫിളായാൽ സുഖാണ്, ഖുർആൻ ഒന്നും എടുക്കേണ്ട, അയാൾക്ക് അപ്പുറത്തെ ആയത്ത് ഓതാം. ടെഹ്റാനിലേക്ക് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി ഇസ്മായിൽ ഹനിയ അവിടെ എത്തിയപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരിൽ ഒരാൾ ആരാണ്? ഹാഫിൾ വസീമാണ്. വസീമിനോട് സഹപ്രവർത്തകർ പറയുക, വസീമ നീയൊക്കെ ഗസയിലായിരുന്നെങ്കിൽ എന്നോ രക്തസാക്ഷിയായേനെ. അപ്പോൾ വസീം പറയാണ്, എനിക്ക് രക്തസാക്ഷിയാവാൻ അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന റൂം ഇസ്മായിൽ ഹനിയയുടെ റൂമിലേക്കാണ്. ഇസ്മായിൽ ഹനിയയുടെ റൂമിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഫോടനം നടക്കുകയാണ്, പൊട്ടിത്തെറിക്കുക, ചിന്നിച്ചിതറുകയാണ് ഇസ്മായിൽ ഹനിയയും വസീമും. ഈ വസീമിൻ്റെ ഒരു കൈ മാത്രം മുറിഞ്ഞു തെറിച്ചിട്ടുണ്ട്. ആ കയ്യിലൊരു ഖുർആൻ്റെ കോപ്പിയുണ്ട്. ഇതാണ് ഇത് ഉമ്മത്തിൻ്റെ റെഡി. അതാണ് ഈ ജനതയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഗസ്സ എന്ന് പറഞ്ഞാൽ തന്നെ തല കുനിക്കാത്തത് എന്നാണ്.
ചരിത്രത്തിൽ അവർ തലകുനിച്ചിട്ടേ ഇല്ല. നെപ്പോളിയൻ, അലക്സാണ്ടർ, കുരിശ് സൈന്യം, താർത്താരികൾ ഇവരെല്ലാം വന്നപ്പോൾ ഖുദ്സിനൊരു കവാടമായി പ്രതിരോധം തീർത്ത ജനതയുടെ പേരാണ് ഗസ എന്ന് പറയും. അതിനേക്കാൾ വലുതല്ല ബെഞ്ചമിൻ നെതന്യാഹു, റൊണാൾഡ് ട്രംപ് ഒന്നും. അവശാർക്ക് ഉൾക്കരുത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതിന്റെ ഇടയിലൊരു 10 ദിവസം വെടിനിർത്തലുണ്ടായി. ആ വെടിനിർത്തൽ സമയത്ത് അവിടെ നടന്ന ഏറ്റവും വലിയ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ ഹാഫിളീങ്ങൾക്ക് ഗസയിൽ പ്രധാനപ്പെട്ട 2 പരിപാടിയാണ് നടക്കുക. ഒന്ന്, ഹാഫിളീങ്ങൾക്ക് സനത് കൊടുക്കും. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ മക്കളുടെ രക്ഷിതാക്കളെ ആദരിക്കും. അത് പ്രധാനപ്പെട്ട വലിയ പരിപാടിയാണ്. 2 പരിപാടി അവർക്ക് ആഘോഷമായിട്ട് നടക്കുള്ളൂ. അങ്ങനെ പരിപാടി മസ്ജിദ് തഖ്വ, മസ്ജിദ് ഇമാം ഷാഫി, 2 അടുത്തുള്ള പള്ളികളാണ്. 2 പള്ളികളും ഇപ്പോൾ ഇല്ല. കാരണം ഇമാം ഷാഫി ജനിച്ച സ്ഥലമാണ് ഏത്? ഗസ. ഇന്നി മുഷ്താഖുൻ ഇലാ ഗസ, ലോകത്തെവിടെയായാലും ഞാൻ ഗസയെ പ്രണയിക്കുന്നു എന്ന് ഇമാം ഷാഫിഈ. ഗസയുടെ പേരെന്താണ് ശരിക്ക്? ഗസത്തു ഹാഷിം എന്നാണ്. ഹാഷിം ആരാണ്? നബിയുടെ പിതാമഹനാണ്. ഹാഷിം ഇബ്ൻ അബ്ദു മനാഫ്. അദ്ദേഹത്തിന്റെ പേരിൽ മസ്ജിദ് ഹാഷിം ഇബ്ൻ അബ്ദു മനാഫ് അവിടെ ഉണ്ട്. വലിയ പള്ളിയാണ്. അതും തകർത്ത് തരിപ്പണാക്കി. മസ്ജിദ് ഉമർ അൽ ഖത്താബ് അവിടെ ഉണ്ട്. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സിലേക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ വിശ്രമിച്ച സ്ഥലമാണ് ഗസ. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഉമർ അൽ ഖത്താബിന്റെ പേരിൽ. ആ പള്ളിയും തകർന്നു. ഈ പള്ളിയുടെ മുറ്റത്ത് നടക്കുന്ന വലിയൊരു പരിപാടി 581 ഹാഫിളുകൾക്ക് സനത് കൊടുക്കാൻ. പട്ടിണി കിടക്കണ, തലക്ക് മീതെ F-16 അപ്പാശയുമുള്ള ഒരു ജനത 581 ഹാഫിളുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് നമുക്കൊരു ന്യായമില്ല. നമുക്ക് സമയമില്ലേന്ന് പറഞ്ഞാൽ അള്ള ചോദിക്കൂല. 6 വയസ്സായ കുട്ടിക്ക് 6 ദിവസം കൊണ്ട് ഖത്തം ചെയ്യാൻ സമയമുള്ള ലോകത്തല്ലടോ നീ ജീവിച്ചത്. ആ ജനത നമുക്കൊക്കെ എതിരെ സാക്ഷി പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഹിഫ്ള് എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഭാഗമാണ്. ഖുർആനിലുള്ള സമീപനത്തിൽ ഭാഗമാണ്. ഇപ്പം ചില ആളുകളൊക്കെ ആ ഒരു ഷിയാറിനോട് ചിലപ്പോൾ അത്ര ശ്രദ്ധ കൊടുക്കുന്ന ആളുകളല്ല. ആ ഷിയാറിനോട് ഒരു വലിയ പരിഗണന കൊടുക്കാത്ത ആളുകളാണ്. പക്ഷെ ഈ ഉമ്മത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ ഉമ്മത്തിന് വിജയം കിട്ടിയതെല്ലാം ഖുർആനുമായി അറ്റാച്ച് ചെയ്ത സമയത്ത് മാത്രമാണ്. അതാണ് ഗസയെക്കുറിച്ച് നമുക്ക് ഇത്ര കോൺഫിഡൻസിൽ പറയുന്നത്. വേറൊരു ജനതയെക്കുറിച്ച് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. 3ാമത്തെ കാര്യം ഖുർആൻ പഠിക്കലാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഖുർആൻ അർത്ഥസഹിതം വാചക സഹിതം പഠിക്കൽ ഫർള് ഐനാണ്, നിർബന്ധമാണ് എല്ലാവർക്കും. അതാണ് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിശുദ്ധ ഖുർആനെ പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ ആണിനും പെണ്ണിനും പ്രായപൂർത്തി എത്തിയ മനുഷ്യനും ഫർള് ഐനായ കാര്യമാണ്. അതിന് ഒരാൾക്കും എക്സ്ക്യൂസ് ഇല്ല. ഖുർആൻ പഠിക്കാൻ നമ്മൾ ധാരാളം സംവിധാനങ്ങൾ, എനിക്ക് ഈ പറഞ്ഞ ഞാൻ 3 കാര്യങ്ങളും ഖുർആൻ പഠിക്കുക എന്നുള്ളതിന് ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ആളുകളൊക്കെ അതിനെക്കുറിച്ച് ബോധേഡായി വരികയാണ്. ഖുർആൻ ടോക്കുകൾ, ഖുർആൻ സദസ്സുകൾ, ഖുർആൻ സ്റ്റഡി സെൻ്ററുകൾ ഒക്കെ എല്ലാ വിഭാഗം ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിപ്പിക്കണമൊക്കെ എന്താണെന്നുള്ള വേറെ കാര്യം. പക്ഷെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്ത് മുമ്പൊരാൾ വിചാരിച്ചാലും എന്ത് ചെയ്യില്ല, ഖുർആൻ പഠിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ സംവിധാനം നാട്ടിൽ കുറവാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഖുർആനിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. ഖുർആനോടുള്ള സ്നേഹത്തിൻ്റെ, ഇസ്ലാമിനോടും അള്ളാഹിനോടും റസൂലിനോടൊക്കെയുള്ള പ്രതിബദ്ധത. മറ്റൊന്ന് ശുക്റിൻ്റെ ഭാഗമാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി ഒരാൾ അള്ളാഹിനോട് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ നന്ദിയിൽ ഏറ്റവും വലിയ നന്ദി ഖുർആൻ പഠനമാണ്. ഞാൻ ഒരാളോട് നന്ദി, അയാൾ പറഞ്ഞ തന്നെ കേൾക്കൂല, പിന്നെ അയാളോട് എന്ത് നന്ദി എനിക്കുള്ളത്? പറഞ്ഞ കാര്യം മുഴുവൻ എവിടെയുള്ളത്? ഖുർആനിലാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നതാണ് നന്ദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന്. ശുക്റിന്റെ ഭാഗമാണ് ഖുർആൻ പഠനം. അല്ലാഹ് ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യാൻ എല്ലാവരും നിർബന്ധമാണ് എല്ലാവർക്കും. ആ നിർബന്ധത്തിൽ 1ാമത്തത് ഖുർആൻ വായിക്കുക, പഠിക്കുക, ഖുർആൻ സാധ്യമാവുന്നത്ര മനഃപ്പാഠമാക്കുക. അപ്പോൾ ഖുർആൻ പഠനത്തെക്കുറിച്ച് ഞാൻ അത്ര വിശദാംശങ്ങൾ. 3ാമത്തെ കാര്യം ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക. 4ാമത്തെ കാര്യം ഖുർആൻ അനുസരിച്ച് എന്ത് ചെയ്യുക? വൽ അമലു ബിൽ ഖുർആൻ. ഖുർആൻ അനുസരിച്ച് അല്ലാമ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൽ എല്ലാവർക്കും. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരും. ആളുകൾക്ക് ആദ്യത്തെ ഈ 3 കാര്യത്തിലും ചിലപ്പോൾ അത്ര ആളുകൾക്ക് പെർഫെക്ഷൻ ഉണ്ടാവും. അതേസമയം 4ാമത്തെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ടാവും. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവളായിരുന്നു താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, സഹാബികളെല്ലാം.
അവർക്ക് ഖുർആൻ എന്ന് പറഞ്ഞ ഒരു വിവരം ഉണ്ടാക്കാനുള്ള ഒരു ഗ്രന്ഥമായിരുന്നില്ല, ഒരു വിജ്ഞാനം ഉണ്ടാക്കാനുള്ള ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തുക. അപ്പൊ ഖുർആൻ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നാൽ ലോകത്തെ മുഴുവൻ കൊന്നതുപോലെയാണ്, ഒരു നിരപരാധിയായ മനുഷ്യനെ. അപ്പൊ ഖുർആൻ പഠിച്ച ഒരാൾ എന്ത് ചെയ്യില്ല? ഒരു സ്ഥലത്ത് പോയി ബോംബിടൂല. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഖുർആനിന് അന്തസ്സത്ത അയാൾ എന്ത് ചെയ്തിട്ടില്ല? ലോകത്തൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ലോകം മുഴുവൻ ജീവിച്ചതിന് തുല്യമാണെന്ന മാനുഷികവും മാനവികവുമായ ആഴത്തിലുള്ള ഏറ്റവും വലിയ ദർശനമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ലോകത്ത് ഉണ്ടാക്കുന്ന ദർശനം എന്താന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക. അപ്പൊ ഈ ഖുർആനെതിരെ ആക്ഷേപങ്ങൾ ഇപ്പൊ കൂടി വരികയാണ്. അതിങ്ങനെ തലയും വാലൊക്കെ വെട്ടിയിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഖുർആൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പഠിച്ച ലോകത്തെ ഒരു മനുഷ്യനും ഖുർആന്റെ അനുയായികളായി തീരാതെ പോയത് വളരെ കുറവാണ്. 3 കോടി മനുഷ്യർ, 30 മില്യൺ മനുഷ്യർ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കാരണമായ സംഭവമാണ് ഗസ. നിങ്ങൾ 3 കോടി മനുഷ്യർക്ക് ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ എത്ര ആളുണ്ട്? ഈ പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ട്? 3 കോടി മനുഷ്യർ, 30 മില്യൺ മനുഷ്യർ ഖുർആൻ പഠിക്കാൻ കാരണമായത് ഗസയിലെ ആളുകളുടെ നിശ്ചയദാർഢ്യമാണ്. എന്താണ് ഇവരെങ്ങനെ പ്രേരിപ്പിക്കുന്നത്? അതും പടിഞ്ഞാറുള്ള ആളുകളാണ് പഠിച്ചത്. ലോകത്തെ ആളുകൾ പരിശോധിച്ചു. അപ്പൊ അവരുടെ ഖുർആനായിട്ടുള്ള കണക്ഷൻ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഏകദേശം 30 മില്യൺ മനുഷ്യർ ഖുർആനുമായി ബന്ധപ്പെട്ടു. അപ്പൊ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൽ എല്ലാവർക്കും ഫർദ് ഐനാണ്. ആ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആനിന് മുഹദ്ദസത്ത് വകവെച്ച് കൊടുക്കലാണ്. മുഹദ്ദസത്ത് വകവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഖുർആൻ പഠിക്കുമ്പോൾ എനിക്ക് ഇറങ്ങിയതാണെന്ന ബോധത്തിൽ വായിക്കുക. 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ സാധനമാണെന്ന് കരുതി ഒരാൾ വായിച്ചാൽ അയാൾക്കൊന്നും ഇതിന്ന് കിട്ടൂല. ഖുർആനിൽ മുഹദ്ദസത്ത് ഉണ്ടാവുക. ഇന്ന് എൻ്റെ കാര്യത്തിൽ പടച്ചോൻ എനിക്ക് ഇറക്കിയതാണ് എന്ന ബോധത്തിൽ. ആയാതു ഹഖ്ഖി മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി. ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ. ഇമാം ബൂസൂരി പറയാ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഹദ്ദസത്ത് തന്നെയാണ്. അതിന് അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്ത ആളുകൾക്കറിയാം, ഖത്തറിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഹാഫിൽ, അതുപോലെ അബ്ദുൽ അസീസ് അസൂഫി, അബ്ദുൽ ഹമീദ് അസൂഫി. 2 കാര്യങ്ങളാണ്. അതിൽ അബ്ദുൽ ഹമീദ് സൂഫിയാണ് മരണപ്പെട്ടതെന്ന്. അബ്ദുൽ അസീസ് സൂഫി പിതാവ്, മകൻ മരിച്ചു, ബാപ്പയും മോനാണ്. അപ്പൊ അവര് മരണപ്പെട്ട സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖത്തറിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് 2 അതിഥികൾ വരികയാണ്. ഒന്നാരാണ്? ഖാലിദ് മിഷലാണ്. രണ്ടാമത്തത് മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയാണ്. അന്ന് അദ്ദേഹം രക്തസാക്ഷിയല്ല. അപ്പൊ ഇസ്മായിൽ ഹനിയയും ഖാലിദ് മിഷലും വന്നിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വന്നപ്പോൾ വീട്ടിൽ നിന്നുള്ളിൽ അദ്ദേഹം ഇറങ്ങി വന്ന് ഇവരെ 2 പേരെയും സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ഗസയെക്കുറിച്ച് ചോദിക്കുന്നു, ഗസക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരെ തുരുതുര ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? അവരെ ആശ്വസിപ്പിക്കാൻ. മകൻ മരിച്ച ഇവരൊക്കെ അദ്ദേഹം മറന്നു. അപ്പൊ ഖാലിദ് മിഷൽ അദ്ദേഹത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇത്ര ബേജാറാവേണ്ട ആവശ്യമില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ. ഞങ്ങൾക്കിത് ഖുബറാണ്. ഖുബറും ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗസയിലെ ആളുകൾ പട്ടിണിയാണോലോ എന്നത് നിങ്ങൾക്ക് വിവരം. നിങ്ങളാരും പട്ടിണി കിടന്നിട്ടില്ല ഉണ്ടോ? ഇല്ല. പഴയ ആളുകളൊക്കെ കുറച്ച് പട്ടിണി കിടന്നിട്ടുണ്ടാവും, പട്ടിണി കടന്നിട്ടില്ല. നമുക്കൊരു വിവരമാണ്, വായിച്ച വിവരം. പട്ടിണി കടന്നവൻ അത് അനുഭവമാണ്. അനുഭവത്തെ പരാജയപ്പെടുത്താൻ വിവരങ്ങൾക്ക് കഴിയില്ല. വിവരമുള്ളവന് ബേജാറുണ്ടാവും, അനുഭവമുള്ളവന് എന്ത് ബേജാറ്? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ, നിങ്ങൾക്കിത് ക്ഷമിക്കാൻ കഴിയാത്ത ഈ ബുദ്ധിമുട്ട് എന്താണ്? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ. നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങൾക്കിത് പരിചയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഗസയിലെ പ്രധാനമന്ത്രിയാണ് ഇസ്മായിൽ ഹനിയ. ഈ പ്രധാനമന്ത്രിയും അതേപോലെ 6 വയസ്സായ ഗസയിലെ കുട്ടിയും ഒരേപോലെയാണ് പെരുമാറുക. അത്ര ഔന്നിത്യം അവർക്കുണ്ട്. ഭക്ഷണത്തിന് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ ഭക്ഷണം തീർന്നു കഴിഞ്ഞു പോയാൽ പിന്നെ ഭക്ഷണമില്ല. അപ്പം ആ കുട്ടി കരയും, വിശപ്പുകൊണ്ട് കരയും. പക്ഷെ അപ്പുറത്തെ കുട്ടിയുടെ പ്ലേറ്റിൽ നിന്ന് ഒരു തുള്ളി വറ്റെടുത്ത് കഴിക്കില്ല, തട്ടിപ്പറിക്കില്ല. കാരണം എന്താണ്? ഇത് ഖുബറാണ്.
വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ. അപ്പൊ ഈ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഓതുന്നില്ലേ? അവർക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഇറങ്ങിയതാണ് എന്ന് തോന്നുകയാണ്. ആ തോന്നുന്ന സമയത്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ ബോധം ഉണ്ടാവുക, ഇതെനിക്ക് വേണ്ടി ഇറങ്ങി. ഇങ്ങനെ ഖുർആൻ വായിച്ചില്ലേ ഖുർആൻ ഒന്നും കിട്ടൂല എന്നാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, ഖുർആനിൽ മുഹ്ദസത്തിൽ നിന്ന് വകവെച്ചു കൊടുക്കുക. ആറാമത്തെ കാര്യം, ഖുർആൻ ഹുക്മ് അനുസരിച്ച് ജീവിക്കുക. ഖുർആന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക. ബാക്കി എല്ലാത്തിനേക്കാളും ഏറ്റവും മികവുള്ള അള്ളാൻ്റെതാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അല്ലാഹ് ആ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ സമയമെടുക്കാതിരിക്കുക. ഇപ്പൊ ഹിജാബിന്റെ ആയത്തിറങ്ങിയില്ലേ? ആയത്തിറങ്ങിയ സമയത്ത് അവിടുത്തെ സഹാബി വനിതകൾ നാളെ ടെക്സ്റ്റൈൽസ് പോയിട്ട് ഒരു ഷാൾ എടുത്തിട്ട് തലമറക്കാന്ന് ആരും തീരുമാനിച്ചില്ല. വീട്ടിലുള്ള ജനലിൻ്റെയും വാതിലിൻ്റെയും കർട്ടന് ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അവർ തലമറച്ചു. കള്ള് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കള്ളൊക്കെ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ച മനുഷ്യരുണ്ട്, കുടിക്കാൻ നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്. അവരെടുത്ത് വലിച്ചെറിഞ്ഞു. നാളാവട്ടെ എന്ന് വിചാരിച്ചില്ല. അപ്പൊ ഇത് ഖുർആനിൻ്റെ ഒരു കാര്യം നമുക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നടപ്പിലാക്കണം. നടപ്പിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം തയ്യാർ. ഞാൻ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞതിലൊക്കെ ഒരാൾ 90-80 മാർക്കുണ്ടെങ്കിൽ ഇതിൽ 50ൻ്റെ താഴായിരിക്കും, ഇല്ലേ? 50ൻ്റെ താഴായിരിക്കും. ഹിജാബ് വേണ്ട എന്ന് പറഞ്ഞൊരു സ്കൂളിലേക്ക് പിന്നെ കുട്ടീനെ കൊണ്ടുപോകരുത്. ആ സ്കൂൾ മാത്രമേ ലോകത്തുള്ളെങ്കിൽ പിന്നെ അതേ പറ്റുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി. അലൻ തക്കുൻ അർളുല്ലാഹി വാസിയ. മരിക്കണ സമയത്ത് ചോദിക്കും, എന്തേടോ നീ മര്യാദക്ക് ജീവിക്കാതിരുന്നെന്ന് മലക്കൾ ചോദിക്കുമ്പോൾ പറയും, പടച്ചോൻ എൻ്റെ നാട്ടിൽ അതിനൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അള്ളാൻ്റെ ഭൂമി വിശാലല്ലേ, ഈ അവിടെ തന്നെ തിരൂർ തന്നെ നിൽക്കണം, എനിക്ക് അപ്പുറത്തേക്ക് പോയിക്കൂടായിരുന്നോ അന്ന് അപ്പം ചോദിക്കും. വേറെ സ്കൂൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. വേറെ സ്കൂൾ ഉണ്ടായിരുന്നില്ല ചോദിക്കും. അപ്പം അത് ഞാനില്ല. അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ പറ്റുന്ന അവസ്ഥ എവിടെ ഉണ്ടോ അവിടെ അതിന് മുൻഗണന കൊടുക്കണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടായി, അവർ മധ്യസ്ഥം വന്നിട്ട് പറയാണ് നിങ്ങളെ കാര്യത്തിൽ അള്ളാഹ് പറയണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലൊരു വിഷമം പോലും ഉണ്ടാവാൻ പാടില്ല. അത് കുഫറാണെന്ന് വിശുദ്ധ ഖുർആൻ. അംഗീകരിക്കൂല എന്ന് പറയണ്ട, എന്തേ ഇപ്പം അങ്ങനെ പഠിച്ചോൻ പറഞ്ഞു തോന്നിയാൽ മതി. അത്ര വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു വിധി കൽപ്പിച്ചിട്ട് ഒരു മനുഷ്യന് തോന്നി റസൂല് പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് ആരെടുത്ത് പോയി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാനെന്ത് പറയാനാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് പിന്നുള്ള മരുന്ന് വാള് മാത്രമാണ്, വേറെ പരിപാടിയില്ല, അതുകൊണ്ട് നീ തിരിച്ചു പോയിക്കോ എന്നാ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് വിധി വകവെച്ചു കൊടുക്കുക. എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിൻ്റെ ഹുക്കുമിനോട് എനിക്ക് ഇഷ്ടം ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമത്തു കബ്ദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റസൂൽ ഏത് യാത്ര കഴിഞ്ഞാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി കിടക്കുന്ന വീട് ആരുടെ വീടായിരുന്നു? ഫാത്തിമയുടെ വീട്. ഏത് ഭക്ഷണം, നല്ല ഭക്ഷണം, പുതിയ ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ അത് റസൂൽ 2 ഭാഗമാക്കും. ഒരു ഭാഗം ഫാത്തിമക്കുള്ളതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ആരും എഴുന്നേറ്റ് നിൽക്കണ റസൂലിന് ഇഷ്ടമല്ല. റസൂൽ അത് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്കോ മറ്റൊക്കെ വരുമ്പോൾ റസൂൽ ഇരിക്കുകയാണെങ്കിൽ റസൂൽ എന്ത് ചെയ്യും? എഴുന്നേൽക്കും, എന്നിട്ട് ആലിംഗനം ചെയ്യും, ഫാത്തിമയെ നെറ്റിയിൽ ചുംബിക്കും. റസൂൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫാത്തിമ കിടക്കുന്ന ചൂടിക്കട്ടിൽ കിടക്കും. എന്ത് തിരക്കുള്ള പണിയാണെങ്കിലും ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിയുടെ വയറ്റത്ത് തലവെച്ച് കിടക്കും. നബി പോയതിനു ശേഷം ബാക്കി പോവും. അങ്ങനെ സ്നേഹബന്ധമുള്ള എല്ലാ മക്കളോടും ഫാത്തിമ കുറേ കാലം ജീവിച്ചു എന്ന് മാത്രം. സൈനബ് റളിയല്ലാഹു അൻഹ ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കൾ അവരെ ഒട്ടകത്തെ പിടിച്ച് കുലുക്കി. ഒട്ടകത്തിന്റെ മുകളിൽ ഒരു കൂടിലാണ് അവർ നിൽക്കുന്നത്. ആ കൂട് താഴേക്ക് വീണു, പാറക്കൂട്ടത്തേക്കാണ് വീണു. അവർ നെട്ടലിന് ക്ഷതമേറ്റു, ഗർഭിണിയായിരുന്നു, ഗർഭം അലസിപ്പോയി. അപ്പോൾ ആ കുട്ടിയെ ചികിത്സയും പരിപാലനവും നടത്തിയ പിതാവിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
6 മക്കള് താൻ ജീവിച്ചിരിക്കെ 6 മക്കളുടെ കുഴിവെട്ടിയ പിതാവാണ് മുഹമ്മദ് മുസ്തഫ. 6 മക്കളെ മയ്യത്ത് നിസ്കരിച്ച പിതാവാണ്. 6 മക്കളുടെ മയ്യത്ത് കൊണ്ടുപോയ പിതാവാണ്. ഒരു കുട്ടി മാത്രമേ താൻ മരിച്ചതിന് ശേഷം ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ മക്കളെങ്ങനെ സ്നേഹിക്കണം, വളർത്തണം എന്നൊക്കെ പറയാൻ യോഗ്യതയുള്ള പിതാവാണ് ആര്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര സ്നേഹമുണ്ട് ഫാത്തിമയും. അത് ഒരു ദിവസം ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തി. ആ ഗോത്രത്തെ പിടിച്ച സമയത്ത് എന്ത് ചെയ്തു? അവർക്ക് ഗോത്രം തറവാടൊക്കെ അങ്ങനെയാണല്ലോ, തറവാടിന് ചീത്തപ്പേരാവുമെന്ന് കരുതിയിട്ട് റെക്കമെൻഡ് പറയാൻ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ഇബ്നു സയ്യിദിനെ ആളുകൾ ചുമതലപ്പെടുത്തി. ഉസാമ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നബിനോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇളവ് ചെയ്ത് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലിൻ്റെ മുഖം കണ്ട് വിവർണമായി, ചുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദേഷ്യമുണ്ടായി. വല്ലാഹി ലൗ സരിഖത് ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് ലഖതഅതു യദഹ. എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ വെട്ടും. മക്കളോടുള്ള സ്നേഹവും ശരീഅത്തിനോടുള്ള സ്നേഹവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ശരീഅത്തിനാണ് മുൻഗണന, മക്കളല്ലേ എന്നതില്ല. ഇല്ല. അപ്പോൾ ഏറ്റവും സ്നേഹമുള്ള ഫാത്തിമയാണെങ്കിലും ശരി, ആ ഫാത്തിമയേക്കാൾ എനിക്ക് ഇഷ്ടം ആരോടാണ്? അള്ളാഹുവിൻ്റെ ശരീഅത്തിനോട്, ഹുക്മിനോടാണ്. എല്ലാ വീട്ടിലും തന്നെയാണ് മുസ്ലിം നടപ്പിലാക്കുന്നത്. മുസ്ലിം ചെയ്യേണ്ട കാര്യം അതാണ്. മക്കളല്ലേ എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. അതിനേക്കാൾ പ്രാധാന്യം എന്താണ്? ശരിയാ. അപ്പൊ അള്ളാഹുവിൻ്റെ ഹുക്മ് ജീവിതത്തിൽ പാലിക്കാൻ കഴിയാത്ത ആൾ ഖുർആൻ സ്റ്റഡി സെന്റർ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ല, പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ അയാൾക്ക് ഫർൾ ഐനാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സമയമെടുക്കും. മനസ്സിലായി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ബോധ്യപ്പെടാനാണ് നമ്മൾ വരുന്നത്, പഠിക്കുന്നത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായി, സ്വത്ത് ഓഹരി വെക്കണ തർക്കമുണ്ടായി. അപ്പോൾ സൂറത്തുൻ നിസായിൽ ഇങ്ങനെ എല്ലാവരുടെ കണക്കും പറഞ്ഞിട്ടുണ്ടല്ല. ഒരാൾ വന്നിട്ട് അത് ഓതിയിട്ട് പറയാണ് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതേ ഉള്ളൂ, അപ്പുറത്തേക്ക് ചോദിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ വിധിയോടുള്ള കമ്മിറ്റ്മെന്റ്, ഖുർആനിലെ ഹുക്കുമിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഖുർആനിനോടുള്ള സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഖുർആനിൽ. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം അല്ലേ, 6ാമത്തെ അല്ലേ പറഞ്ഞു, ഖുർആന് ഹുക്കം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയും. അതുപോലെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? വിശുദ്ധ ഖുർആനിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക, പഠിക്കുക, തദബ്ബുർ ചെയ്യാം. തദബ്ബുർ ചെയ്യൽ എല്ലാവർക്കും ഫർദ് ഐനല്ല, എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല. കാരണം അതിൽ ആളുകളുടെ ബുദ്ധിയുടെയും പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ നിലവാരങ്ങൾ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആഴത്തിൽ പഠിക്കുക. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച ധാരാളം ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആളുകൾ ചെന്ന സമയത്ത് അവർ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മോറിസ് ബുക്കായിയെ പോലുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. ഖുർആനിൽ സമുദ്രത്തിൻ്റെ കാര്യം പറയുന്നതാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. അദ്ദേഹം പഠിച്ചു, അപ്പോൾ അത്ഭുതമാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങൾ, ഖുർആനിനോളം ആഴമുള്ള ഒരു സയൻസ് ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല. ഇവിടെ ഉമ്മത്തിനത്, കാരണം ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇന്ന് ലോകത്ത് ഡെവലപ്പ് ചെയ്ത എല്ലാത്തിൻ്റെയും ഒരു കണക്ഷൻ 6ാം നൂറ്റാണ്ട്, 7ാം നൂറ്റാണ്ട്, 8ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞിടത്തേക്ക് ഉണ്ട്. ആ കണക്ഷൻ എവിടുന്ന് വന്നതാണ്? ഇബ്നു സീന, ഇന്നും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, അൽ ഖാനൂനു ഫി തിബ്ബ് അവിസന്ന, ഖുർആൻ പ്രചോദിപ്പിച്ച ഡോക്ടറാണ്. വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ്. ആന്ത്രോപോളജിയിലെയും സോഷ്യോളജിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഖാലിദൂൻ ഇബ്നു ഖൽദൂൻ, അലാമ ഇബ്നു ഖൽദൂൻ. ഇന്നും ആളുകൾ അദ്ദേഹത്തെ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഇബ്നു ഹൈസം, പ്രകാശം, കണ്ണ്, ക്യാമറ തുടങ്ങിയ ലോകത്ത് ഇതിൻ്റെ ഒക്കെ തിയറികൾ ലോകത്ത് വികസിപ്പിച്ച അദ്ദേഹമാണ്. 2015 ഐക്യരാഷ്ട്രസഭ പ്രകാശത്തിൻ്റെ 1000 വർഷങ്ങൾ ആഘോഷിച്ചു. UN ആഘോഷിച്ചത് ആരുടെ ജന്മദിനായിരുന്നു? ഇബ്നു ഹൈസമിൻ്റെ ആണ്. അപ്പൊ ലോകത്ത് നമുക്ക് വലിയൊരു ട്രഡീഷൻ, എൻറിച്ച് ആയൊരു ട്രഡീഷൻ ഉണ്ട്. യൂറോപ്പിന് കോഫി കുടിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് മൊറോക്കോക്കാരനായ അബു ഖാലിദാണ്. പല്ല് തേക്കാം എന്ന് യൂറോപ്പിനെ പഠിപ്പിച്ചു കൊടുത്ത അറബികളാണ്. ഇരുണ്ട യുഗമെന്ന് യൂറോപ്പിനെ വെറുതെ വിളിച്ചതല്ല. മനുഷ്യരായി ജീവിക്കാൻ ഇന്ന് യൂറോപ്പിനെ ഇന്ന് ലോകത്തെ പരിഷ്കാരികളാക്കിയത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനാണ് അവിസൻ ഉണ്ടായത്, ഖുർആനാണ് ഇബ്നു ഖൽദൂൻ ഉണ്ടായത്.
ആ ഈ ഉമ്മത്ത് ഖുർആൻ അങ്ങനെ ഖുർആൻ അറിയുന്ന ഡോക്ടറും ഖുർആൻ അറിയാത്ത ഡോക്ടറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ അറിയുന്ന എഞ്ചിനീയറും ഖുർആൻ അറിയാത്ത എഞ്ചിനീയറും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഖുർആൻ അറിയുന്ന ശാസ്ത്രജ്ഞനും ഖുർആൻ അറിയാത്ത ശാസ്ത്രജ്ഞനും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തദബ്ബുർ ചെയ്യുക, സാധ്യമാവുന്നത്ര ആഴത്തിൽ പഠന ഗവേഷണങ്ങൾ നടത്തുക. അതൊരു ജനതയിൽ ഒരാൾ, ഒരു കുടുംബത്തിൽ ഒരാളൊക്കെ ഉണ്ടാവുന്നത്, ഒരാൾ ഖുർആൻ പഠിക്കണ ഒരു മനുഷ്യൻ ഉണ്ടാവുക, ഖുർആൻ ആഴത്തിൽ പഠിക്കണേ. മറ്റൊന്ന് വിശുദ്ധ ഖുർആനെ നമ്മൾ ദിക്ർ ചെയ്യാം. വിശുദ്ധ ഖുർആൻ എന്താണോ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അത് അപ്പടി ഉൾക്കൊള്ളുക. അതിനാണ് ഒന്നാമത് ദിക്ർ എന്ന് പറയുക. ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ഈ ദിക്റിനെ ഇറക്കി, നാം അതിനെ സംരക്ഷിക്കും. നിങ്ങളുടെ ആരുടെയും ഔദാര്യം ഇത് സംരക്ഷിക്കാൻ ആവശ്യമില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? അഖിമിസ്സലാത്ത ലിദിക്രി, നിസ്കാരാണ്. ഇത് രണ്ടും ഇല്ലാതെ പിന്നെ ബാക്കി എത്ര ദിക്റുകൾ 2,00,000 പ്രാവശ്യം ചൊല്ലിയിട്ടും കാര്യമില്ല. ഇത് രണ്ടും പ്രധാനമാണ്. നിസ്കാരം ഖുർആനും പ്രധാനമാണ്. പിന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അതൊക്കെ പിന്നുള്ള ദിക്റുകൾ. ആ ദിക്റൊന്നും പ്രാധാന്യമുള്ള ദിക്റല്ല എന്നല്ല പറയണത്, അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിക്റാണ് ഇത്. അപ്പോൾ അഖിമിസ്സലാത്ത നഹ്നു നസ്സൽന ദിക്ർ, ഇതിനെ നമ്മൾ ഖുർആൻ നമ്മോട് എടുക്കാൻ പറഞ്ഞ പണി എന്താണ്? ആ പണി നമ്മൾ എടുക്കണം. ഖുർആൻ എടുക്കരുത് എന്ന് പറഞ്ഞ പണി എന്താണ്? എടുക്കാൻ പാടില്ല. അപ്പൊ ഖുർആൻ എന്താണോ അത്, ഖുർആൻ നമ്മോട് എടുക്കാൻ പറഞ്ഞ പണി അത് 8 പണിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞ പണി 8 പണിയുള്ളൂ. ആ 8 പണി ഉമ്മത്ത് ചെയ്താൽ മതി. വേറൊരു എക്സ്ട്രാ പണികൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞ പണി, ഒന്നാമത്തെ പണി എന്താണ്? ദഅവത്ത് ചെയ്യുക. ദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇസ്ലാം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ദഅവത്ത്, തബ്ലീഗ്, ഇത് രണ്ടും പ്രധാനപ്പെട്ടു. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ ബല്ലിഗ് ബിമാ ഉൻസില ഇലൈക. അപ്പൊ നിങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നമ്മളെ പ്രധാനപ്പെട്ട ദൗത്യം ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കലാണ്, ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യലാണ്, ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കലാണ്. ആളുകൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. നിങ്ങളാരും ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് അതാണ്. റസൂലുള്ളാഹിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആദ്യം ബാപ്പാനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ബാപ്പ പറഞ്ഞ വസിയ്യത്ത് നടപ്പിലാക്കലാണ്. റസൂൽ നമ്മോട് പറഞ്ഞ വസിയ്യത്ത് ഏതാണ്? ഈ സന്ദേശം ഇത് എത്താത്ത ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സഹാബികൾ പോയി യാത്ര ചെയ്യേണ്ടി വന്നത്. മദീന പള്ളിയിൽ നമ്മൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ ബാബുസ്സലാമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ഇവർക്കൊക്കെ സലാം പറയുന്ന ഒരു കവാടം. അതിലൂടെ അങ്ങനെ പോയിട്ട് സലാം പറഞ്ഞ് പുറത്തിറങ്ങൂലേ, ആ സ്ഥലമാണ്. അവിടെ ആയിരുന്നു ആരുടെ വീട്? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണ്? ഇസ്താംബുളിലാണ്, തുർക്കിയിലാണ്. ഒരാൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല ഭൂമിയാണ് ഏത്? മദീന. മരിക്കാനും ഏറ്റവും നല്ല ഭൂമിയാണ് മദീന. ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ 1000 റക്കായത്ത് പുണ്യമുള്ള പള്ളിയാണ് മസ്ജിദുൻ നബവി. ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോയി. എവിടെങ്കിലും വെച്ച് പടച്ചോൻ എന്നെ മരിപ്പിക്കണേ അല്ലാ എന്നൊരാൾക്ക് പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രദേശത്ത് വെച്ചേ അങ്ങനെ പറ്റുള്ളൂ. തിരൂർ വെച്ച് എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. മദീനയിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ എന്ന് പറയാം. വേറൊരു സ്ഥലത്ത് അത് പാടില്ല. അത് സഹാബികൾ ചെയ്ത് റസൂൽ അനുമതി കൊടുത്താൻ. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ മരിപ്പിക്കണം, മദീനയിൽ വെച്ച് മരിപ്പിക്കണം. അപ്പോൾ അത്ര ശ്രേഷ്ഠതയുള്ള ഭൂമി വിട്ടിട്ട് എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് കടൽ കടന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി എത്തിയത്? ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഞാൻ ആ ദൗത്യം, നമ്മുടെ ദൗത്യം ഏതാണുള്ള വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല. ഒന്നാമത്തെ ദഅവത്താണ്, രണ്ടാമത്തെ തബ്ലീഗാണ്, മൂന്നാമത്തത് ഇസ്ലാഹാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളിലൊക്കെ സമൂഹത്തെ ശരിയായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, ഇസ്ലാഹ് ചെയ്യാം. ഇത് മൂന്നാമത്തെ പണിയാണ്. നാലാമത്തെ പണി തദ്കിറത്ത് ചെയ്യാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. തദ്കിറത്ത് എന്ന് പറഞ്ഞാൽ ഉത്ബോധിപ്പിക്കുക.
ആളുകളെ പരലോകവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നതിനാണ് തദ്കിറത്ത് എന്ന് പറയാം. മരിച്ചു പോകേണ്ടി വരും, നന്നായിക്കോ എന്ന് പറയല്ലേ, ആവർത്തിച്ച് പറയാം. തദ്കിറത്തിന്റെ പ്രത്യേകത ഉണ്ട്, ആവർത്തിച്ച് പറയും, പറഞ്ഞ തന്നെ പറയും. കാരണം മനുഷ്യർ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞാലേ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, ഓർമ്മയിൽ വരും, നന്നാവാനുള്ള. അതുകൊണ്ട് തദ്കിറത്ത് ചെയ്യാം. അഞ്ചാമത്തെ പണി എന്ന് പറയുന്നത് തസ്കിയത്ത് ചെയ്യാം. വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. ഈ ആശയവും ആദർശവും സ്വീകരിച്ച മനുഷ്യന്മാരെ നന്നാക്കിയെടുക്കുക, അവരുടെ മനസ്സ് നന്നാവുക, സ്വഭാവം പെരുമാറ്റങ്ങൾ നന്നാവുക. ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഷാഹിദൻ, സാക്ഷിയാവുക. ഷഹാദത്തെ ഹക്ക്, ഇസ്ലാമിന് നമ്മൾ സത്യസാക്ഷികളാവുക. രണ്ടാമത്തെ ഷഹാദത്തുൻ നഫ്സ്, രക്തസാക്ഷികളാവുക. ഖത്തറിൽ ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഹമാസിൻ്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് അവരെ മൊബൈൽ ചേസ് ചെയ്ത് വന്നാണ്. അപ്പോൾ തുർക്കി ഇൻ്റലിജൻസിൻ്റെ വിവരം കിട്ടി. അതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാരൊക്കെ മൊബൈൽ അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, മാറ്റി. അതിൽ പ്രധാനപ്പെട്ട ടാർഗറ്റഡായ ആളായിരുന്നു ഖലീൽ അബു ഹയ്യ. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ രക്തസാക്ഷിയായി. അപ്പോൾ ഖലീൽ അബു ഹയ്യ പറയുന്നത് ഒരു മശ്റൂ ഷഹാദയാണ്, ഷഹാദത്ത് പ്രൊജക്റ്റാണ്. ഞങ്ങൾക്ക് ഈ ഖുദ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന സ്വന്തം ശരീരമാണ്, ഞങ്ങളത് കൊടുക്കുക. ഖുദ്സിൻ്റെ വിമോചനത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി, ഫലസ്തീൻ്റെ പിറന്ന നാടിൻ്റെ മോചനത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തിന് 63 ആളുകൾ രക്തസാക്ഷികളായ കുടുംബമാണ് അബൂ ഹയ്യയുടെ കുടുംബം. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുടെ കുടുംബം ഇസ്മായിൽ ഹനിയയുടെ കുടുംബം, 66 ആളുകൾ രക്തസാക്ഷികളായി ഇസ്മായിൽ ഹനിയയുടെ കുടുംബം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷഹാദത്തു നഫ്സ്, ഷഹാദത്തു ഹക്ക്, സത്യസാക്ഷികളാവൽ എല്ലാവർക്കും നിർബന്ധമാണ്, രക്തസാക്ഷികളാവൽ എല്ലാവർക്കും നിർബന്ധമില്ല. ആവേണ്ടി വന്നാൽ ആവാമെന്നേ ഉള്ളൂ. ഷഹാദത്തു നഫ്സാണ്. പിന്നെ ബഷീറൻ വനദീറ, ബഷീർ തബ്ഷീർ ചെയ്യാം. ആളുകൾക്ക് ഇസ്ലാം സ്വീകരിച്ചാൽ ഈ ഭൂമിയിലും പരലോകത്തും കിട്ടാൻ പോകുന്ന നന്മകളെക്കുറിച്ച് സുവാർത്ത അറിയിക്കാം. സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പറയാം. ഇതാണ് നബിനോട് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഈ പണി നമ്മൾ ചെയ്താൽ മതി. ഇതിനാണ് അംറും ബിൽ മഅറൂഫി നഹീൻ അനിൽ മുൻകർ എന്ന് തത്വത്തിൽ നമ്മൾ പറയുന്നത്. ഈ പണി നമ്മൾ ചെയ്യാം. ഇത് ഖുർആൻ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഖുർആനെ നമ്മൾ ഉൾക്കൊള്ളുന്നു, ഖുർആനിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. മറ്റൊന്ന്, ഖുർആനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, ഫിക്ർ ചെയ്യുക. അല്ലാമ റഷീദുർ റിള തഫ്സീറുൽ മനാറിൽ പറയാണ്, എല്ലാ ആളുകൾക്കും ഖുർആനിനെ കുറിച്ച് ചിന്തിക്കൽ, ഫിക്ർ ചെയ്യൽ ഫർള് ഐനാണ്. ഫിക്ർ ചെയ്യൽ എന്തിനാണ്? എൻ്റെ കാര്യം എന്താകും പടച്ചോനെ എന്ന ആലോചനയാണ് ഫിക്ർ. ഞാൻ രക്ഷപ്പെടൂലേ കഴിച്ചിലാവൂലേ എന്ന ബോധത്തിനാണ് നമ്മൾ ഫിക്ർ എന്ന് പറയാം. നമുക്ക് കുറവാ. നമ്മളിങ്ങനെ വെക്കുന്ന, ഇപ്പം നമ്മളിവിടെ ചില ആളുകളൊക്കെ ക്ലാസ്സും പ്രസംഗം കേൾക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഭാഗം ഇന്ന ആൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാദ്യം ഉണ്ടാവും അല്ലേ. അയാൾക്കിത് പറ്റി, അയാളുടെ സ്വഭാവം ശരിയല്ല, ഇത് കേൾപ്പിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് കരുതി റെക്കോർഡ് ചെയ്താൽ അയാളൊന്നും തീന്ന് പഠിക്കൂല, മൊബൈലിൽ റെക്കോർഡ് ആവുള്ളൂ. കാരണം ഇയാൾക്കിത് വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു, വേറുള്ളവരാണ് എന്ന് തീരുമാനിച്ചു. അതോടുകൂടി ഈ ക്ലാസ്സിൽ നിന്നൊന്നും അയാൾക്ക് കിട്ടൂല. ഈ ക്ലാസ് നല്ല ഒരു ക്ലാസ്സൊന്നും കിട്ടൂല. ഏത് ക്ലാസ്സിൽ നിങ്ങൾ ഹാജരായാലും, ഏത് നസീഹത്തിൻ്റെ സദസ്സിലുണ്ടായാലും, ഏത് ഇൽമിൻ്റെ മജ്ലിസിൽ നിങ്ങൾ വന്നാലും സ്വന്തത്തെ മാത്രം കുറിച്ച് ഫിക്ർ ചെയ്യണം. ഫിക്ർ ഫർള് ഐനാണ്. എല്ലാവർക്കും ഫിക്ർ. ഞാൻ കഴിച്ചിലാവൂലേ എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതലുള്ള ആള് സഹാബിയായിരുന്നു. ആര്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂ ബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. ഫഅബൂ ബക്കറുൻ ഇമാമുൻ, മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹു നിശ്ചയിച്ച വേറെ ഒരു ഇമാം ഉണ്ടെങ്കിൽ അതാരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ ഒരു ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നബിനോട് ഇങ്ങനെ ചോദിക്കും, നബിയെ ഞാൻ സ്വർഗത്ത് പോവില്ലേ? നബി പറയും, നിങ്ങൾ സ്വർഗാവകാശിയാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഈ ചോദ്യം നിർത്തുമല്ല, വീണ്ടും ചോദിക്കാൻ പോവില്ലേ എന്ന് ബേജാറ് കൂടെ. ഞാൻ പോവില്ലേ നബിയെ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാബുൽ ഈമാൻ, ബാബുസ് സ്വലാ, ബാബുസ് സദഖ, ബാബു റയ്യാൻ, ബാബുൽ ഹജ്ജ്, ബാബുൽ വുളൂ, ബാബുസ് സബർ,
ബാബുൽ ജിഹാദു ഫീ സബീലില്ലാ. ഇതൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറയാം. അപ്പോൾ സദസ്സെന്ന് ഒരാൾ ചോദിച്ചു, 8 കവാടങ്ങളിലൂടെയും എനിക്ക് പോകാൻ പറ്റുമോ? അതും ആരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ 8 കവാടങ്ങളിലൂടെയും നിങ്ങൾക്ക് പോകാം. എന്നാ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഈ ചോദ്യം നിർത്തൂല. അപ്പൊ ഏറ്റവും കൂടുതൽ ബേജാറുള്ള ആളുകൾക്കാണ് റസൂൽ സ്വർഗം വാഗ്ദാനം ചെയ്തത്. ഇനി നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ക്ലാസ്സിനും പരിപാടിക്കൊക്കെ ഞാൻ സജീവമാണ്, സംഘടിപ്പിക്കാനും പോകാനും. പക്ഷെ ഞാൻ ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുമോ എന്ന ബോധം നമുക്കുണ്ടാവണം. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇതിനാണ് ഫിക്ർ. ഇത് നിർബന്ധമാണ്. ഇതില്ലാത്തൊരു സഹാബില്ല, ഇതില്ലാത്തൊരു സലഫു സാലിഹില്ല. ആ ഫിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേ നിങ്ങൾ ഞാൻ ഇസ്രാ നടത്തിയ സമയത്ത് എനിക്ക് സ്വർഗം കാണിച്ചു, സ്വർഗം കാണിക്കപ്പെട്ടു. ഞാൻ ആ സ്വർഗത്തിലൊരു വീട് കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? ഇത് ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ വീടാണ്. സ്വർഗത്തിലൊരു വീടിന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്നിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കണേ? ഞാൻ സ്വർഗത്തിൽ ഏതായാലും എനിക്ക് വീടുണ്ടല്ലോ എന്ന് കരുതി ജീവിക്കുന്ന ഒരാളല്ല. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? മുനാഫിക്കളുടെ ലിസ്റ്റ് റസൂൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടാൽ മാറി നടക്കുവാര്? അബൂ ഹുദൈഫ പേടിയോണ്ടാണ് ഈ ലിസ്റ്റ് വാങ്ങിയിട്ട് അതിലുള്ള ആളുകളൊക്കെ ഉമർ കൊല്ലുമോ എന്നൊരു ഭയം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട ഓടി വരും. ഓടി വന്നിട്ട് ആലിംഗനം ചെയ്തിട്ട് അബൂ ഹുദൈഫയോട് ചോദിക്കും, അബൂ ഹുദൈഫ, ആ ലിസ്റ്റിൽ സാധുവായ ഞാനുണ്ടോ? ഞാൻ രക്ഷപ്പെടുമോ എന്നാണ് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരാളടുത്ത് ലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ? നമ്മളെല്ലാവരും ആരൊക്കെ ലിസ്റ്റിലുണ്ട് എന്നാണ് ചോദിക്കുക. ഞാൻ ഇല്ലാന്ന് ആദ്യം ഉറപ്പിച്ചു. നേരെ തിരിച്ചാണ്, ആരൊക്കെ ഉണ്ടാവുന്ന അറിയാനോ മനസ്സിലാക്കാനാണ്. അങ്ങനെ കാരണം നമ്മളെ കുറിച്ച് ചിന്തിക്കൽ കുറവാണ്. നമ്മളൊരു 10 ആളെ കുറിച്ച് ചിന്തിച്ചാൽ 10 ആൾ ഓനൊന്നും രക്ഷപ്പെടൂല. അവസാനം രക്ഷപ്പെടുന്നത് ആരായിരിക്കും? ഞാനാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിലെത്താൻ കുറച്ച് ബേജാറ് വേണം, ബേജാറ് വേണം. ഖാലിദ് മുസ്സൽ നേരത്തെ അബ്ദുൽ ഹമീദ് സൂഫിയോട് പറയാൻ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന എന്ന ഹബീബായ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ട് തരണമെങ്കിൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. വെറുതെ ഒരു ഗിഫ്റ്റ് അല്ല തരില്ല. അള്ളാഹിന്റെ ഗിഫ്റ്റിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഏറ്റവും വില സ്വന്തം മക്കള്, ഭാര്യ. അനിയ കുടുംബത്തിലെ കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 21 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മയ്യത്തേറ്റുന്ന കൂട്ടത്തിൽ ഒരാൾ മാതാവാണ്. ഖബറിൽ കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചിട്ട് മാതാവ് പറയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. എന്തിനാ പറയണത്? കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവ് ഷഹീദായി. അന സൗജത്തു ഷഹീദ്, ഞാനൊരു ഷഹീദിന്റെ ഭാര്യയാണ്. ഇന്ന് ഞാൻ അഭിമാനിക്കണം എന്തിനാണ്? അന ഉമ്മു ഷഹീദ്, ഞാനൊരു ഷഹീദിന്റെ ഉമ്മയാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, നിനക്ക് അങ്ങനെ ഒരു പദവി എനിക്ക് നൽകിയതിലും നിനക്ക് സർവസ്തുതിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ. ആ കാഴ്ചപ്പാടിൽ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ചോ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ മക്കള് ബന്ധങ്ങൾ ഉപകാരപ്പെടാത്തൊരു ലോകമുണ്ട്. ഞാൻ ഉമ്മ മരിച്ച് 10-20 കൊല്ലമായിട്ട് ഉമ്മാനെ ഓർത്താ കരയാത്ത ദിവസമില്ല. ഇല്ല, എന്നെ ഉമ്മാനെ കണ്ട ഉമ്മ മെയിൻറ്റെയിൻ ചെയ്യില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സ്വന്തം മകൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് കണ്ടാൽ ഒരു ഉമ്മയും പറയില്ല, എൻ്റെ മോൻ വീണല്ല എന്ന് പറയാത്ത ലോകം. ഇവിടെ നിങ്ങൾ ഉമ്മാന്റെ മുന്നിൽ വെച്ച് കുട്ടികൾ കളിക്കണമാതിരി കളിക്കുമ്പോൾ ഒന്ന് വെച്ചുത്തി വീണ മോനെ നിങ്ങൾ വിളിക്കൂലേ? അവിടെ അതില്ല. ഉമ്മ വീണതണ്ട മോനും പറയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഞാൻ ഒറ്റക്ക് എൻ്റെ കാര്യം. ഇതിന് കുറച്ച് സമയം 24 മണിക്കൂറിൽ ചെലവാക്കൽ നിർബന്ധമാണ്. കഴിച്ചിലാവൂലേ എന്നുള്ള ബോധം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വീടുകളൊക്കെ ശത്രുക്കൾ വളഞ്ഞു, പുറത്തേക്ക് പോകാൻ അനുമതിയില്ല. അപ്പൊ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
അലി റളിയല്ലാഹു അൻഹു മകൻ ഹസൻ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ മക്കയിലേക്ക് രക്ഷപ്പെടണം, എൻ്റെ മകനങ്ങളെ അംഗരക്ഷകനായി ഞാൻ നിയോഗിക്കും. അവൻ മരിച്ചു വീണിട്ടല്ലാതെ നിങ്ങളുടെ ദേഹത്തൊരാൾ തൊടില്ല. മദീനയുടെ അതിർത്തി വരെ ഞാൻ നിങ്ങളെ അനുഗമിക്കും. ആരാ പറയണത്? അലി ഇബ്നു അബീ താലിബ് ഒരാൾക്ക് അനുഗമിക്കാനുള്ള ഒരു സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്താൽ പിന്നെ അവിടെ അലീനെ മറികടന്ന് ഒരാളെ വെട്ടാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല. അത്ര ധീരനാണ് അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷെ അലി, നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ എനിക്ക് അവിശ്വാസമില്ല. പക്ഷെ റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മദീനയിൽ ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തം കാര്യം നോക്കി ഒരാൾ നാട് വിട്ടാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയങ്കരം ഏതാണ്? എൻ്റെ സ്വർഗം. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മളെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തും. ആ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിൽ ഞാൻ എങ്ങനെയാണ് എന്ന ആലോചനക്ക് വളരെ പ്രാധാന്യം. അത് ഖുർആനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ബന്ധം ഖുർആനായിട്ട് ഉണ്ടായതുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ എല്ലാവരും എന്ത് ചെയ്തത്? കരഞ്ഞത്. കരയാത്തൊരു സഹാബി ഇല്ല. ഇമാം അബൂ ഹനീഫ ഖുർആൻ ഓതിയാൽ അയൽ വീടുകളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഏങ്ങിയുള്ള കരച്ചിൽ കേൾക്കാറുണ്ടായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയിട്ട് വീഴാതിരിക്കാൻ അങ്ങനെ ചുമര് പിടിച്ച് നിന്നിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായപ്പോൾ ഇമാമ് നിൽക്കാൻ പറഞ്ഞു. അപ്പം മകള് വന്നിട്ട് പറയാം, നബി, എൻ്റെ പിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇമാമ് നിർത്തരുത്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുമാണ്. എൻ്റെ ഉപ്പ ഞങ്ങൾ ഇമാമ് നിർത്തരുത്. കാരണം ഉപ്പാക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറിയ സൂറത്ത് ഓതിയാൽ ഉപ്പക്ക് അറിയും. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഇതല്ലാതെ ഞങ്ങളൊന്നും കേട്ടില്ല സിദ്ദീഖുൽ അക്ബറിൻ്റെ കരച്ചിലല്ലാതെ. അപ്പം ഇതെങ്ങനെ വരുന്നത്? റസൂലുള്ള കരഞ്ഞിട്ട് നിർത്തു ഇബ്നു മസ്ഊദ് എന്ന് പറയാൻ പോലും റസൂലുള്ളാഹിക്ക് ശേഷി ഉണ്ടായിരുന്നു. അത്രയും കരഞ്ഞു എന്നാണ്. നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരെയും കൊണ്ടുവരും, എന്നിട്ട് അവരെ വിചാരണ ചെയ്യും. ആ വിചാരണയുടെ കാര്യം എത്രയാണ്? ഈ സന്ദേശം ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തോ എന്ന് ഞാൻ ചോദിക്കും. ഈ ആയത്ത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ശയ്യബതനി, എൻ്റെ മുടി നരപ്പിച്ചു കളഞ്ഞു. ഈ ആയത്ത് എൻ്റെ മുടി നരപ്പിച്ചു. നമ്മളൊക്കെ മുടി നരക്കണ പല കാരണം കൊണ്ടാണ്. ഖുർആൻ നരപ്പിച്ചൊരു മുടി നമ്മുടെ അടുത്തില്ല. ഇല്ല, അത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അവർ കണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ ഓതിയിട്ട് ഇവരൊക്കെ കരഞ്ഞത്. കഴിച്ചിലാവൂലേ എന്ന ബേജാറുണ്ടായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്താണെന്നൊരു പുതിയ രീതി, പുതിയ ശൈലി എന്താണ്? അപ്പം എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായി എന്ന് പറയാൻ, മരിക്കാൻ സമയമായി എന്നാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു ആലിംഗനം ചെയ്തിട്ട് പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ആദ്യം പോകുക ആരാന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നിന്നോട് എനിക്കൊരു വസിയത്തുണ്ട്. ആ വസിയത്ത് എന്താണ്? നാളെ പരലോകത്തെത്തിയാൽ നരകം കാക്കുന്ന മലക്കുകൾ നരകത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നിന്റെ ഉപ്പയോട് പറയണം, അലി സാധുവാണ് ഉപ്പ, അലിയെ സ്വർഗത്തിലാക്കാൻ നിങ്ങൾ ശുപാർശ ചെയ്യൂ എന്ന് നീ നിന്റെ ഉപ്പയോട് പറയണം. ആരാത് പറയണേ? അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത് ഈ ഒരു ഗുണത്തെയാണ് നമ്മൾ ഫിക്ർ എന്ന് പറയും. ഇത് ഖുർആൻ പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ്റെ ആശയം പഠിച്ചാൽ, പഠിച്ചതിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് സ്വർഗത്തിലെത്താൻ എനിക്ക് വേഗത്തിൽ സാധിക്കൂലേ എന്ന ബോധവും വിചാരവുമാണ് ഫിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഫിക്ർ ഉണ്ടാവണം. ഇത് 1400 കൊല്ലത്തെ സഹാബികളുടെ കഥ മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, അനസ് ബിൻ നദ്ർ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കുത്തില മുഹമ്മദ് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു എന്ന
ഒരു വാക്ക് കേൾക്കാണ്, ഒരു പ്രഖ്യാപനം കേൾക്കാണ്. എല്ലാ സഹാബികളും അമ്പരന്ന് പോയി. ഉമർ റളിയല്ലാഹു അൻഹു തൊപ്പിയെ കഴിച്ചു, പടച്ചട്ടണി അയച്ച് തലക്ക് കൈയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അനസ് വന്നിട്ട് പറയാണ്, ഉമറെ എന്തുപറ്റി, യുദ്ധം അവസാനിച്ചോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നീ കേട്ടില്ലേ, ഖുതില മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ട് പിന്നെ നമ്മളൊക്കെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ല ഉമറെ, റസൂലുള്ള മരിച്ചിട്ട് ഞാനും നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് വീണ്ടും പോരാടൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യം ആളെ ഞെട്ടിച്ചു കളഞ്ഞു. റസൂല് മരിച്ചിട്ട് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വീണ്ടും പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ. ഇന്നി ലഅജിദു റീഹൽ ജന്ന, സ്വർഗത്തിന്റെ വാസന ഞാൻ കേൾക്കുന്നു. അനസ് ബിൻ നളർ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. അവസാനം വിരലിലിട്ടൊരു മോതിരം നോക്കിയിട്ടാണ് സഹോദരി ഇത് അനസിന്റെ മയ്യിത്താണെന്ന് തിരിച്ചറിഞ്ഞത്. അത് അനസ് ബിൻ നളർ. ഇവിടെ ഒരു അനസ് ജമാൽ ഷരീഫ് ഗസയിൽ അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ, അദ്ദേഹത്തോട് സഹപ്രവർത്തകർ പറഞ്ഞു, നീ ഗസയിൽ നിന്ന് രക്ഷപ്പെടണം, ഖത്തറിലേക്കോ തുർക്കിയിലേക്കൊക്കെ പോയിക്കോ, നിന്റെ ജീവൻ അപകടത്തിലാണ്. അപ്പൊ അതിന് സഹപ്രവർത്തകൻ അദ്ദേഹം കൊടുത്ത മറുപടി, ലൻ നഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന, ഗസയിൽ നിന്ന് ജന്നത്തിലേക്ക്, സ്വർഗത്തിലേക്കല്ലാതെ ഞാൻ എവിടേക്കും പോവില്ല. ലൻ നഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന. ഇത് ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കണ കാലത്തുള്ള അനസ്. വ്യത്യാസമുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളൊക്കെ ഗസയിലുള്ള സമകാലികരായി ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത്രമേൽ സ്നേഹിച്ചൊരു ജനത, മഹബ്ബത്തുള്ള ജനത, ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നേരത്തെ ഏറ്റവും അവരുടെ പ്രതാപം, അവരുടെ ഇസ്സത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഗസയിലേക്ക് വന്നു. റസൂലുള്ളാഹിന്റെ പിതാവ് അബ്ദുള്ള മരണപ്പെടുന്നതിന് മുമ്പ് ഗസയിലേക്ക് യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുമ്പോഴാണ് മരണപ്പെടുന്നത്. റസൂലുള്ളാഹി ഗസയിൽ പോയിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം. അപ്പൊ ഗസ എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബത്തിനല്ല ബന്ധമുള്ള സ്ഥലമാണ്. ഗസയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കുളിച്ച് വിശ്രമിച്ചു. ഖുദ്സിലേക്ക് പോവുകയാണ്. അവിടെ നൂറുകണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുന്നുണ്ട് രാജാവിനെ കാണാൻ. ഖുദ്സിന്റെ താക്കോല് ഞങ്ങൾ നിങ്ങളുടെ രാജാവിനെ കൊടുക്കുള്ളൂ എന്നാണ് ക്രിസ്ത്യാനികൾ സഹോദരന്മാർ പറഞ്ഞത്. അബൂ ഉബൈദ ചീഫ് കമാൻഡർ, അദ്ദേഹം ഖലീഫ ആളയച്ച് വരുത്താണ്. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ വസ്ത്രമൊക്കെ ആകെ ഇങ്ങി ചെളിയായി വൃത്തികേടായി. കുതിരൊക്കെ ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ലാത്തൊരു ഒട്ടകൾ. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കുളിച്ച് വൃത്തിയായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നല്ലൊരു ജോഡി വസ്ത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് ധരിക്കും. നല്ലൊരു കുതിരയുണ്ട് എൻ്റെ കൂടെ, ആ കുതിരപ്പുറത്ത് നമ്മൾ മസ്ജിദുൽ അഖ്സ ജെറൂസലേമിലേക്ക് പോകാം. ഉമർ റളിയല്ലാഹു അൻഹു കുളിച്ചൊക്കെ വൃത്തിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പഴയ വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത്. ഒരു പഴയ ഒട്ടകപ്പുറത്ത് തന്നെയാണ് കയറുന്നത്. അത് പുതിയ വണ്ടി വാങ്ങണേനോ അതിൽ കയറണേനോ എതിരുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ അബൂ ഉബൈദയോട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അബൂ ഉബൈദ, നീ ഇപ്പോൾ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം ഒരു കാലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് തന്നെ സമൂഹത്തിൽ ഈ ഉമറിനൊരു നിലയും വിലയും ഉണ്ടായിരുന്നില്ല. നീ ഇപ്പൊ കൊണ്ടുവന്ന കുതിരയേക്കാൾ വേഗത്തിലുള്ള കുതിര ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കാത്ത് നൂറുകണക്കിന് മനുഷ്യന്മാർ ഉമർ വരുന്നുണ്ടല്ലോ എന്ന് കരുതി ഒരു മനുഷ്യരും നിന്നിട്ടില്ല. അപ്പൊ കുതിരയോ കൊണ്ടുവന്ന വസ്ത്രമോ നമ്മൾ ധരിച്ച ആഭരണങ്ങളോ അല്ല നമ്മളെ ഇസ്സത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാമാണ് അടിസ്ഥാനം. ഇസ്ലാമാണ് നമ്മുടെ ഇസ്സത്തിന്റെ പ്രതാപത്തിന്റെ അടിസ്ഥാനം എന്ന മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊരാൾ എന്ത് വിഷമുണ്ടെങ്കിലും ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടാൽ അതിൽ പ്രതാപമല്ലാതെ അള്ളാഹു ഒന്നും തിരിച്ചു തരില്ല. പല അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടായി. ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഇസ്രായേൽ കഴിഞ്ഞുള്ള നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റി ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ വിസർജിച്ച സ്ഥലം ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റി സൗദി അറേബ്യയുടെ ഇരട്ടി GDP ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് GDP എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പിറകിലാണ് ലോകത്ത് 175 രാജ്യങ്ങൾ.
ന്യൂയോർക്ക് സിറ്റിയുടെ പുറകിലാണ് GDP-യിൽ 175 രാജ്യങ്ങൾ, സിറ്റികളെല്ലാം. അതിൻ്റെ മുകളിൽ കുറച്ച് രാജ്യങ്ങൾ. അവിടെ നിന്നിട്ട് ഒരാൾ I am a മുസ്ലിം എന്ന് പറയാൻ കഴിഞ്ഞ അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്സത്ത് ഉണ്ടായാൽ അള്ളാഹു തിരിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്സത്ത് തിരിച്ചു തരില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി മഫ്ത ധരിച്ച് ശിരോവസ്ത്രം ധരിച്ചൊരു ക്യാമ്പസിൽ വന്നപ്പോൾ ജയ് ശ്രീരാം വിളിച്ചിട്ട് കർണാടകയിൽ കുറച്ച് ചെറുപ്പക്കാർ ആ കുട്ടിയുടെ മേലെ ചാടി വീണപ്പോൾ ആ കുട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. നമ്മളെ തൃപ്തിയുടെയും ഇഷ്ടത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും 3 മുദ്രാവാക്യങ്ങൾ. ഒന്ന്, അല്ലാഹ് റബ്ബാണ് എന്ന കാര്യത്തിൽ എനിക്ക് തൃപ്തിയുണ്ട്. എൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ദീൻ, എൻ്റെ ആദർശം ഇസ്ലാമാണെന്ന കാര്യത്തിൽ ഇതിൽ നിങ്ങൾക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇസ്സത്ത് ഉണ്ടാവും. അല്ല നിങ്ങളെ പ്രൊഫഷൻ, നിങ്ങളുടെ തറവാട്, നിങ്ങളെ സമ്പത്ത് ഇതൊക്കെ ഇസ്സത്ത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചാൽ ഒരു പളവളപ്പുണ്ടാവും. ഉസുബദ എന്നൊക്കെ ഖുർആൻ പറഞ്ഞു, ഒരു പദപദ. വെള്ളം ഇങ്ങനെ ഇരച്ച് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നൊര ഉണ്ടാവില്ലേ, അതിന് ആയുസ് അത്രയാണോ? അതെ, ഇതിനൊക്കെ ആയുസ് അത്രയുള്ളൂ. ഇതിനൊക്കെ ആയുസുള്ളൂ. സ്ഥിരമായി നിങ്ങളുടെ പ്രതാപത്തിൻ്റെ അടിസ്ഥാനം അല്ലാഹുവിൻ്റെ ആദർശമാണ്. അല്ലാഹുവിൻ്റെ ആദർശമാണ്. ഇതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് സ്വീകരിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, അതിൽ നമ്മൾ പ്രതാപം ഉൾക്കൊള്ളുകയും അതിന് ജീവിക്കുകയും അതിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് ബേജാറുണ്ടാവുകയും ചെയ്യുക എന്നതാണ് സച്ചരിതരായ മനുഷ്യരുടെ ചര്യ എന്ന് പറയുന്നത്. സച്ചരിതരായ, അതുകൊണ്ട് നിങ്ങളെല്ലാം സഹാബികളുടെ ചരിത്രം ഗസയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾ കണ്ടിട്ടില്ല, അബൂ ഉബൈദത്തുൽ ജറാഹിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതിനൊക്കെ ആ ക്വാളിറ്റികൾ അത്ര തികവിലും മികവിലൊന്നുമില്ലെങ്കിലും അതിൻ്റെ കോപ്പികൾ, ഫോട്ടോസ്റ്റാറ്റുകൾ നമുക്ക് കാണാം. സ്വന്തം മകൻ രക്തസാക്ഷിയായപ്പോൾ പിതാവ് പറഞ്ഞില്ലേ, 67,000 ആളുകൾ രക്തസാക്ഷികളായ കൂട്ടത്തിൽ എൻ്റെ മകനായി. വേറൊരു പ്രത്യേകത എൻ്റെ മകനില്ല. ഖാലിദ് മുസൽ വത്തക്ക കൊണ്ടുവന്ന വണ്ടിയിൽ വത്തക്കൻ്റെ അടിയിൽ കിടന്നിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. മൊസാദ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം സീരിയസ് ആയി അത്യാസന്ന നിലയിലായി. അവസാനം മൊസാദിൻ്റെ ചാരന്മാരെ പിടിച്ചു വെച്ചിട്ടാണ് വിഷം ഇറക്കാനുള്ള കൗണ്ടർ മരുന്ന് കൊടുക്കുന്നത്. തിരിച്ചു വന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രതാപമുള്ളൊരു മനുഷ്യനായി ഖാലിദ് മുസൽ. 200ഓളം പണ്ഡിതന്മാർ, ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഖത്തറിൽ അണിനിരക്കാണ്. അപ്പം അദ്ദേഹം വിളിക്കണ മുദ്രാവാക്യം എന്താണ്? ഖാലു അൽ ഹമാസ് ഇർഹാബിയ്യ കുല്ലുന്നാസ് ഹംസാവിയ്യ. ഖാലു അൽ ഹമാസ് ഇർഹാബിയ്യ കുല്ലുന്നാസ് ഹംസാവിയ്യ. എല്ലാവരും പറയണം ഹമാസ് ഭീകരവാദികളാണ്, പടിഞ്ഞാറ് പറയുന്നു. പക്ഷെ ലോകം പറയാണ് എല്ലാവരും ഹമാസാണ്. എല്ലാവരും കുല്ലുന്നാസ് കസാമിയ്യ, എല്ലാവരും കസാമുകളാണ്. കുല്ലുമൂർ സമാവിയ്യ, കുല്ലുമൂർ സമാവിയ്യ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആകാശമാണ്, നിങ്ങൾക്കതിലൊരു റോളുമില്ല എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച ആളുകൾ, മുദ്രാവാക്യം വിളിച്ച ആളുകൾ സാധാരണക്കാരല്ല, ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. ആ കൂട്ടത്തിൽ പണ്ഡിതനൊന്നുമില്ലാത്തൊരു മനുഷ്യന് യശസ് ഉണ്ടായത്, ഇസ്സത്ത് ഉണ്ടായത് അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്സത്തിൻ്റെ പ്രതാപത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമാണ്. ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് പ്രതാപം തരില്ല, മറ്റതൊക്കെ നുരയും പതയുമാണെന്ന് ഖുർആൻ. അതുകൊണ്ട് ഈ ഇസ്സത്തിൽ നമ്മൾ ജീവിക്കാൻ, നമുക്ക് ഭൂമിയിൽ ഒരാൾ മുസ്ലിമായ ആൾക്ക് എന്ത് കിട്ടും? ഒരാൾ ഹിജാബ് ധരിച്ചൊരു ക്യാമ്പസിലെത്തിയാൽ, ഒരു പ്രൊഫഷണൽ ഒരു ഹിജാബ് ധരിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾ അസേർട്ടിങ് ആണ്, ഞാൻ ആരാണെന്ന് സ്വയം പ്രഖ്യാപിക്കാൻ. പിന്നെ നിങ്ങൾ അധികം പ്രസംഗിക്കേണ്ട, വാള് പറയണ്ട. ഒരു മഫ്തട്ട ടീച്ചർ ഉണ്ടെങ്കിൽ, ഒരു മഫ്തട്ട ഡോക്ടർ ഉണ്ടെങ്കിൽ, ഒരു മഫ്ത ധരിച്ച കുട്ടി ഒരു ക്യാമ്പസിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രസംഗിക്കേണ്ട ആവശ്യം, ഞാൻ ആരാണെന്ന് പ്രഖ്യാപിച്ചു, അസേർട്ട് ചെയ്തു. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. ആ പ്രയാസമുള്ള, അതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ടാവും, പക്ഷേ ആ പ്രയാസം ആര് പരിഹരിക്കും? അല്ലാഹ് പരിഹരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 8 കാര്യങ്ങളാണ്. അത് നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായി പുലർത്തണം. ഞാൻ ഖുർആൻ ഓതാത്ത ഒരായത്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനെന്തെങ്കിലും വിധി ഞാൻ ഉൾക്കൊണ്ടാൽ അതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ തൊഴിലിടങ്ങളിൽ നടപ്പിലാക്കാനുള്ള പരമാവധി ശ്രമം ഞാൻ നടത്തും. അങ്ങനെ എൻ്റെ സ്വർഗത്തിലേക്കുള്ള പാത വേഗത്തിലാക്കാനുള്ള പരിശ്രമത്തിൽ ഞാൻ ഏർപ്പെടും. പടച്ച തമ്പ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്ഖലിതങ്ങൾ, വീഴ്ചകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. അള്ളാഹു അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അത്രയും അവൻ്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകൾ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ, സുഡാനിലെ, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ അള്ളാഹു അവർക്ക് സബറും ഇസ്തിഖാമത്തും സബറും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم انصر إخواننا المستضعفين في غزة. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا كاملا. اللهم عجل بنصرهم يا قوي يا قهار. ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين. والسلام على المرسلين والحمد لله رب العالمين. السلام عليكم.